ഓരോ ദിവസം എന്നോണം ഇറാന് നേരെ അതിശക്തമായ വെല്ലുവിളികളും അതുപോലെ തന്നെ മുന്നറിയിപ്പുകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അത്രത്തോളം ഭീഷണികളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഇതിനെ ഇറാൻ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹങ്ങളെല്ലാം തന്നെ. കാരണം ലോകത്ത് ഒരു രാജ്യവും അമേരിക്കയോട് ഇങ്ങനെ നേർക്കുനേർ പോരടിച്ച് ഇത്രയും നാൾ നിന്നിട്ടില്ല. അത് ചരിത്രവുമാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഭീഷണികൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ട് ഒരു രാജ്യവും അതിന് വഴിപ്പെടാതെ ഇതുപോലെ അടിച്ചു നിന്നിട്ടുമില്ല. അതാണ് ഇറാന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇറാൻ എന്നത് പ്രതിരോധത്തിന്റെ രാജ്യം കൂടിയാണ്. അല്ലെങ്കിൽ ഏറെക്കാലം നിരവധി വെല്ലുവിളികളും അതുപോലെ ഒട്ടനവധി ആക്രമണങ്ങളുമൊക്കെ ഉണ്ടായിട്ടും അതിനെല്ലാം പ്രതിരോധിച്ച ചരിത്രം ഇറാനുണ്ട്. 1980 മുതൽ 88 വരെയുള്ള കാലഘട്ടത്തിൽ ഇറാനും ഇറാഖും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇറാഖും അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാനെ വീഴ്ത്താൻ ശ്രമിച്ചതുമാണ്. അന്ന് ഏറെക്കാലം യുദ്ധം ചെയ്ത് ഒടുവിൽ ശത്രുക്കളെ തുരത്തി ഓടിച്ച് പിടിച്ചു നിന്ന പാരമ്പര്യമുള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഭരണകൂടം വന്നതിന് ശേഷം 47 വർഷമായി പല വിധത്തിലുള്ള ആക്രമണങ്ങളെയും ചെറുത്ത് നിന്ന പാരമ്പര്യം ഇറാന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനും കൂടി തയ്യാറാക്കിയ ഇറാനിലെ ആഭ്യന്തര കലാപ നീക്കങ്ങൾ അതിനെപ്പോലും അതിജീവിച്ച് വെല്ലുവിളിച്ച് നിൽക്കുന്ന രാജ്യമായി ഇറാൻ ഇപ്പോഴും തലയെടുപ്പോടെ നെഞ്ചി വിരിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ഏതെങ്കിലും തരത്തിൽ പരിപൂർണമായി ഇല്ലാതാക്കുക എന്നത് പലപ്പോഴും പാശ്ചാത്യ ശക്തികളുടെ സ്വപ്നം മാത്രമായി മാറുന്നത്. ഇസ്രായേലൊക്കെ എത്ര കാലമായി ഇറാനെ തകർക്കണം, ഇല്ലാതാക്കണം, അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറാനിൽ ഇസ്ലാമിക ഭരണം ഇതോടെ നിർത്തണം എന്നൊക്കെ അവിടെ അമേരിക്കയുടെ നേതൃത്വത്തിലൊരു വലിയ ഭരണം തന്നെ വരണമെന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതവർ പറയാൻ തുടങ്ങിയിട്ടും അതുപോലെ കാലങ്ങളായി. പക്ഷേ ഇറാന്റെ ആ പ്രതിരോധം, ഇറാന്റെ കരുത്ത്, ഇറാന്റെ ഈ നിലപാട്, ഇറാന്റെ ശക്തമായ ഭരണകൂടം അതൊക്കെ ഇപ്പോഴും ലോകത്തിന് മുന്നിൽ ഒരു വലിയ അത്ഭുതമായി കാണുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവന്ന് തടവിലിട്ട അമേരിക്കയ്ക്ക് സമാനമായ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇത്രയും മാസമായിട്ടും ഇറാനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ തന്നെ ഇറാന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്നതും വ്യക്തവുമാണ്. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഇറാൻ ആണവ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഏറ്റവും മോശമായത് ഇറാനിൽ സംഭവിക്കുമെന്ന്, ഇറാൻ തകർന്നു വീഴുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് ഒരു പക്ഷേ യുദ്ധം തുടങ്ങുന്നത് നിങ്ങളായിരിക്കാം, എന്നാൽ അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അവിടെയും ട്രംപിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാണ് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇറാന്റെ ലക്ഷ്യം ശത്രുക്കളെ തകർക്കുക എന്നതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം. അതായത് അവർക്ക് നേരെ ഉയർന്നു വരാൻ സാധ്യതയുള്ള സകല വിധത്തിലുള്ള ആക്രമണങ്ങളെയും എങ്ങനെ ചെറുക്കാമെന്ന് ഇറാൻ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്, അഭ്യസിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള വലിയ സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങളുടെ അന്തിമ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള, അതായത് തങ്ങൾക്കെതിരെ വരുന്ന അമേരിക്കയെ തീർത്തു കെട്ടാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പാകത്തിനുള്ള സകല വിന്യാസങ്ങളും ഇപ്പോൾ അവർ തയ്യാറാക്കി എന്നുള്ളതാണ് ഇറാനിയൻ സ്റ്റേറ്റ് TV പുറത്തുവിട്ട വീഡിയോയിലൂടെ തന്നെ വ്യക്തമാകുന്നത്. ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. کوچک اما تعیین کننده نمادی از فناوری‌های نوین در رزم. کار را به شاهد 136 سپردند. در لایه‌های مختلف از پیش تعیین شده عملیات دفاع مستحکم از سواحل کشور و البته جزایر ایرانی هم تمرین شد. نیروهای آتشبار با گلوله‌های مجاورتی دارند. این آتش سنگین به مواضع دشمن. همه از کشور یگانهای موشکی نیروی زمینی سپاه با سامانه‌های جدید و البته متنوع اهداف خود در فواصل مختلف را هدف گرفتند. حالا سامانه موشک و شلیک به هدف بعدی با این سامانه در نقطه دیگر. ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യം ഇനിയിപ്പോൾ കാംനൈ പുറത്തുവിട്ട വീഡിയോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതുകയും ചെയ്യാം. കാരണം
കാംനയുടെ നിർദ്ദേശമില്ലാതെ അവിടുത്തെ ഒരു സ്റ്റേറ്റ് ചാനൽ അവരുടെ ആഭ്യന്തര രഹസ്യങ്ങൾ സംബന്ധിച്ച വീഡിയോകൾ പുറത്ത് വിടാറില്ല. അങ്ങനെ പുറത്തുവിട്ട ചരിത്രവുമില്ല. ഇതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കിയിരിക്കുന്ന വിഷയം കൂടിയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങളെടുത്ത് ഇന്ത്യയിൽ പുറത്തുവിട്ടിട്ടുമുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത് അമേരിക്കൻ സൈനിക വ്യൂഹത്തിന് ശക്തമായി മറുപടി നൽകാൻ വേണ്ടിയിട്ടുള്ള സകലതും ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആയിരക്കണക്കിന് വരുന്ന ഡ്രോണുകളുടെ ശേഖരമാണ്. നിങ്ങൾ നേരത്തെ കണ്ട ആ വീഡിയോയിൽ അതാണ് കാണുന്നത്. ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ഏത് വിധത്തിലുള്ള ആക്രമണവും, അതായത് ഈ പറയുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ, ഒപ്പം അതായത് അമേരിക്ക ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്ന US എബ്രഹാം ലിങ്കൻ കപ്പലും അതിനോടൊപ്പം വിന്യസിച്ചിട്ടുള്ള ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ചെറു കപ്പലുകളും അവരുടെ റഡാറിൻ്റെ പരിധിക്കിടയിലൂടെ അല്ലെങ്കിൽ വളരെയധികം താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളടക്കം ഈ ശ്രേണിയിലുണ്ട് എന്നുള്ളതാണ്. അതായത് വേണ്ടി വന്നാൽ ഈ കപ്പലുകൾക്ക് നേരെ വരെ അവരുടെ കണ്ണ് വെട്ടിച്ച് വലിയ തരത്തിലുള്ള ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ഡ്രോൺ ശേഖരത്തിൻ്റെ വീഡിയോ തന്നെ പുറത്തുവിട്ടതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. ഈ മിസൈൽ സംവിധാനങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡ്രോണുകളൊക്കെ തകർക്കുന്ന സംവിധാനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം വന്നാൽ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഒരു അയൺ ഡോമോ അല്ലെങ്കിൽ താടോ ഉപയോഗിച്ചാൽ അങ്ങനെയുള്ള ഏത് മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും പരിധികളൊക്കെയുണ്ട്. ചിലപ്പോൾ ഒരു 90-95% വരെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ അപ്പോഴും അവസാനത്തെ ഒരു 5 മുതൽ 10% ആ ഡ്രോണുകൾ ഈ കപ്പലുകളിൽ പതിക്കാൻ സാധ്യതയുമുണ്ട്. ആ കപ്പലുകളെ തകർക്കാൻ അമേരിക്ക ലോകത്തിന് മുന്നിൽ നാണം കെടുത്താൻ തന്നെ അത് ധാരാളം മതി. അതായത് ഇറാൻ്റെ ഈ പറയുന്ന 5 അല്ലെങ്കിൽ 10% ഈ പറഞ്ഞ ഡ്രോണുകൾ മാത്രം മതി അമേരിക്കയെ നാണം കെടുത്തി നാറ്റിച്ചു വിടാൻ. എന്ന് മാത്രമല്ല, കടലിലേക്ക് തിരിച്ചു വെച്ച മൊബൈൽ ലോഞ്ചറുകൾ, റോക്കറ്റ് ലോഞ്ചറുകളെല്ലാം നിരവധിയായി ഇറാൻ വിന്യസിച്ചിട്ടുമുണ്ട്. അതുപോലെ വടക്കൻ തീരദേശത്ത് ഇറാന്റെ കരസേന വ്യാപകമായി സൈനിക വിന്യാസവും നടത്തുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ തകർക്കാൻ ഉതകുന്ന ഇത്തരത്തിലുള്ള കപ്പൽ വേദ ബോട്ടുകൾ വിന്യസിച്ചിരിക്കുക കൂടിയാണ്. അവിടെ എപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ എണ്ണ കപ്പലുകൾ ഏതെങ്കിലും ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഭീതി ശക്തമായി ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു കാര്യം, അമേരിക്കൻ സൈനികർ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകണം. അവർക്ക് ബാത്റൂം സംവിധാനം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കാരണം കരയിലേക്ക് കയറാൻ പറ്റില്ല. കരയിലേക്ക് കയറാൻ അവർ ഉറപ്പായിട്ടും കൊന്നുകളയും. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ ബാത്റൂം സംവിധാനം ഉണ്ടാകുന്നില്ല. ടോയ്ലറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതെ അത്രത്തോളം ബുദ്ധിമുട്ടുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ പുറമെയാണ് ഈ പറയുന്ന ഇറാന്റെ മിസൈൽ നഗരങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ ആയത്തുള്ള അലി ഖമീനിയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉൾക്കൊള്ളുന്ന തുരങ്കങ്ങൾ, അതുപോലെ ബങ്കറുകൾ, വിശാലമായ അവരുടെ ഭൂഗർഭ ശൃംഖലകൾ എന്നിവയുടെ വീഡിയോകളാണ് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നത്. അതായത് IRGC നിർമ്മിച്ചതും ഉപഗ്രഹങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരു വലിയ സൗകര്യം കൂടിയാണിത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് അമേരിക്കൻ സാറ്റലൈറ്റുകൾ പോലും വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇസ്രായേലിലെ ചാര നെറ്റ്വർക്കുകൾക്ക് പോലും വിചാരിച്ചാൽ ഈ പറയുന്ന ശേഖരങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഭൂഗർഭ ശൃംഖലയിൽ നോക്കുക, വലിയ ടോറസ് ലോറികൾ അല്ലെങ്കിൽ വലിയ ലോറികൾ, അതുകൂടാതെ പടുകൂട്ടൻ ലോറികൾ, അതിലേക്ക് നിറയെ മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ വെച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഏതിലൂടെ വേണമെങ്കിലും, ഭൂമിക്കടിയിലൂടെ എങ്ങോട്ട് വേണമെങ്കിലും ഈ വാഹന വ്യൂഹങ്ങളിലൂടെ ഈ ആയുധങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അവയ്ക്ക് ഇന്ധനം നിറയ്ക്കാനും സാധിക്കും, അവ സംഭരിക്കാൻ സാധിക്കുകയും ചെയ്യും, വിതരണം ചെയ്യാനും സാധിക്കും. അതായത് ഇറാന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഭൂഗർഭ ടണൽ നെറ്റ്വർക്കുകളിലൂടെ ഈ മിസൈലുകൾ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കയ്ക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ പാഡുകളുമൊക്കെ ഒരു പരിധിവരെ അമേരിക്കയുടെ കപ്പലുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് കൂടിയാണ്. അതുപോലെ തന്നെ വേണ്ടി വന്നാൽ GCC രാജ്യങ്ങളെ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കാൻ സജ്ജമായിട്ടുള്ള സന്നാഹങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഇറാനിയൻ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള ഈ വീഡിയോകളിൽ 100 കണക്കിന് കിലോമീറ്റർ ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇറാൻ സജ്ജമാക്കിയതിലൂടെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടായാൽ ശത്രുവിനെ പരിപൂർണമായി സംഹരിക്കുക, ഇല്ലാതാക്കുക, ശത്രു സംഹാരം നടത്തുക, അതിൽ ശത്രുഹന്മാരെ എത്രയും വേഗത്തിലാക്കുക, അവർക്കത് ഏറ്റവും മാരകമായ രീതിയിൽ ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം എന്നുള്ളത് കാര്യം വ്യക്തമാണ്. അതായത് ഇനി ഇതാണ് ഇറാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി കൊടുക്കുക, ഇസ്രായേലിനെ തിരിച്ചടി കൊടുക്കുക, ഒപ്പം തന്നെ ഇസ്രായേലിനെ അവസാനിപ്പിക്കുക. തങ്ങളെ ആക്രമിക്കാൻ ഏത് അറബ് രാജ്യങ്ങളാണോ തയ്യാറെടുക്കുന്നത് അവരെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള വലിയ സർവ്വസന്നാഹങ്ങളെല്ലാം ഇവർ സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ചൈനയിൽ നിന്ന് കൂടുതൽ കപ്പൽ വേദ മിസൈലുകൾ, അതായത് കപ്പലുകൾ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾക്ക് ഇറക്കുമതി ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും നിരവധിയായിട്ടുള്ള 500
മില്യൺ മേലെ വിലയുള്ള റോക്കറ്റ് ലോഞ്ചറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ കൊണ്ടുവരാനും പോകുന്നു എന്നുള്ളതും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ തങ്ങൾക്ക് പാളിയ ഇന്റലിജൻസ് നെറ്റ്വർക്കിലും അതുപോലെ പ്രതിരോധത്തിനുമൊക്കെ പാളിയ നിരവധി കാര്യങ്ങളുണ്ട്. അത് ജൂണിലെ അക്രമത്തിലും അതിനുശേഷം ആഭ്യന്തര കലാപത്തിലൊക്കെ ഇറാൻ പാളിച്ചകളെല്ലാം ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം അമേരിക്കയാണ്. അമേരിക്ക ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അവരെ വെറുതെ വിടില്ല, പരിപൂർണമായി തകർത്ത് കളയുന്ന വിധത്തിലേക്കുള്ള സന്നാഹങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള വീഡിയോകളാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അങ്ങനെയുള്ള ദൃശ്യങ്ങളടക്കം അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങളടക്കമാണ് ഇപ്പോൾ ഇറാൻ അവരുടെ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ ആ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം, അതായത് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ജനീവയിലെ അന്താരാഷ്ട്ര കരാർ, ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കാൻ പോവുകയാണ്. അമേരിക്ക വീണ്ടും ഇറാനെ വാൺ ചെയ്യുന്നതും നിങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ പറയുന്നതിനൊപ്പം പോകരുത് എന്നാണ്. പരിപൂർണമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്നും മാറ്റണമെന്നും ഒരു തരത്തിലും ആണവ പരീക്ഷണം നടത്തരുതെന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇറാൻ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയും ചെയ്യും, അത് ആണവായുധത്തിന് വേണ്ടിയല്ല, ഞങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ്, വേണമെങ്കിൽ അതിൻ്റെ തോത് കുറയ്ക്കാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മേലുള്ള ഉപരോധം പൂർണ്ണമായി നീക്കണമെന്ന അവസാന വാക്ക് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നാളെ നടക്കുന്ന ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ ആക്രമണം നടത്തുന്ന അമേരിക്ക പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനും ഞങ്ങൾ സജ്ജരാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ഇപ്പോൾ ഇറാൻ പുറത്തുവിടാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഈ പറഞ്ഞു വെക്കുന്നത് ഞങ്ങളും ആക്രമണത്തിൽ തയ്യാറാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഒന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ ഇറാൻ്റെ സംഹാര താണ്ഡവമെന്ന അവരുടെ ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരിച്ചതിശക്തമായി പ്രഹരിക്കുന്ന കാഴ്ചയായിരിക്കും നമുക്കിനി കാണാൻ കഴിയുക. അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാകും. യുദ്ധം ഉണ്ടായാൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പ്രതിസന്ധിയിലാവുകയും ചെയ്യും. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് ഇനി പറയാനുള്ളത്. നമുക്ക് മുന്നുള്ളതും അത് തന്നെയാണ്. കാരണം ഒരിടത്തും യുദ്ധങ്ങൾ ഉണ്ടാകരുത്. യുദ്ധങ്ങൾ ഉണ്ടായാൽ അത് എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കുന്ന കാര്യം കൂടിയാണ്. എല്ലാ രാജ്യത്തെ ജനങ്ങൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും യുദ്ധത്തിലേക്ക് പോകരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്.